അഴീക്കൽ മുതൽ അരൂർ വരെ ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമുണ്ട് ആലപ്പുഴയുടെ തീരമേഖലയ്ക്ക്. ആ മേഖലയിലെല്ലാം തന്നെ ശക്തമായ കടൽക്ഷോഭമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കടൽ എത്രത്തോളം പ്രക്ഷുബ്ധമാണ് എന്നുള്ളത്. ഈ മേഖലയിലൊക്കെ ഞാനുള്ളത് വളർന്നുവഴിയിലാണ്. ഈ പ്രദേശത്തൊക്കെ പതിവായി മഴക്കാലത്ത് വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാകുന്ന മേഖലയാണ്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ വീടുകളൊക്കെ ഇത്തരത്തിൽ കടൽക്ഷോഭത്തിൽ തകർന്നു പോയിട്ടുള്ളതാണ്. പക്ഷേ ഇതേപോലെ വേനൽക്കാലത്ത് ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അമ്മ, ഇത്തരത്തിൽ ഇതുണ്ടാകുന്ന ആദ്യമായിട്ടാണോ? വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പം ആദ്യമായിട്ട് ഈ വർഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ കടൽ കയറുന്നത്. ഈ വേനൽക്കാലത്ത് നേരത്തെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഉണ്ടാകാറില്ല. ഇപ്പോഴാണ് ഈ കടൽ ഇങ്ങനെ കയറിയത്. കടലിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് ഞങ്ങളുടെ വീട് എൻ്റെ മകൻ്റെയും മകളുടെയും വീട് പോയിട്ട് 1 വർഷവും 3 മാസവുമായി. ഇതുവരെ ഒരു തീരുമാനം. എന്നിട്ട് ഞങ്ങൾ ഈ മത്സ്യബോട്ടിലാണ് താമസിക്കുന്നത്. അവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു ബാത്റൂമില്ല. അതിൻ്റെ പേര് ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു. ആ വാടക വീടാണ് ഈ കാണുന്നത്. ഈ കടൽ കയറി വരുന്നത് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ല. ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകണം? അത് നിങ്ങൾ തീരുമാനം. ഒന്ന് ഈ പടിഞ്ഞാറ് വശം കല്ലിടണം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ കടലിൽ ചാടി മരിക്കും. ഇനി ഞങ്ങൾക്ക് മരണമേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് വീടില്ല, കിടപ്പാടമില്ല. ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു. 10-15 ലക്ഷം രൂപയുടെ വീട് വെച്ചതാണ്. വീട് മറിഞ്ഞു പോയത്. 2 മകൻ്റെതും പോയി, മകളുടെതും പോയി. ഞങ്ങൾക്ക് ഒരു കിടപ്പാടമില്ല. എൻ്റെ കുഞ്ഞ് വയ്യാത്തതിൻ്റെ പേര് വലിയ പ്രതിസന്ധിയാണ് പലയിടത്തും. കടലേറ്റം അത് അപ്രതീക്ഷിതമാണ് എന്നതാണ് തീരദേശവാസികളുടെ പ്രതികരണം. രഘുനാഥ് നാരായണൻ അവിടെ പ്രദേശവാസികളുമായി സംസാരിക്കും.